കടലിന് മുന്നിൽ ആരിടപെടും? ആർക്ക്? ജസ്റ്റ് മിസ്സാ. നമ്മുടെ ഈ നാട്ടിൽ കടലിൻ്റെ അടുത്തുള്ള അവസാന വീടുകളാണ് ഇതൊക്കെ. എത്ര കണ്ടാലും പഠിക്കില്ല, കടലിലെ വീട് വെക്കൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കാണാം. അപ്പം നിങ്ങൾ പരിഹസിച്ച് നടന്നോ? ഇന്ന് ഞങ്ങളാണ് തീരദേശമെങ്കിൽ ഈ കടലിന് കയറി കയറി നിങ്ങളുടെ അടുത്തേക്കും വരും. നമ്മളാരും നിങ്ങളെ എന്താണ് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊന്നല്ല കടപ്പുറത്ത് വന്ന് വീട് വെക്കുന്നത്. എന്നിട്ട് ആ കടൽ. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് അഞ്ചങ്ങാടി, നമ്മുടെ കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടിയിലെ വീഡിയോസാണ് ഇട്ടത്. അവിടുത്തെ കടലാക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു നമ്മുടെ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മുടെ അവിടെയും കുറച്ച് ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ടുള്ള കടലേറ്റമാണ്. കടലേറ്റം എന്ന് പറഞ്ഞാൽ മാത്രം പോലെ കടലിൻ്റെ നിറം തന്നെ മൊത്തം കലങ്ങി കറുപ്പ് നിറമായി ഇരിക്കുകയാണ് കേട്ടോ കടലിൽ. ഭയങ്കര സ്മെല്ലുമാണ് കടലിന്. ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലും വരുന്നുണ്ട് കടലിൽ നിന്ന്. ഭയങ്കര കലങ്ങിയ വെള്ളം. എന്താണ് പറയുക, നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലത്തെ സ്മെല്ലും ഒക്കെ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കടലേറ്റമാണ് വരുന്നത്. കടലിങ്ങനെ കുഴിച്ച് ഇപ്പോൾ കുഴിപ്പൻ തിരമാലകളാണ് കുറച്ച് ദിവസമായിട്ട്. അത് അവിടെയും അഞ്ചങ്ങാടിയിലും നമ്മൾ കണ്ടത് കുഴിപ്പൻ തിരമാലകൾ തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ കുഴിച്ചിതാ മണലിങ്ങനെ കുഴിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എന്തോ ചത്ത് ചീഞ്ഞ് കിടക്കുന്ന പോലത്തെ സ്മെല്ല് വരുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് അറിയില്ല. അന്ന് തിമിംഗലം ചത്തടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അന്ന് വന്ന പോലത്തെ ഒരു സ്മെല്ലാണ്. സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല. കടലിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കടലിൽ നിന്നാണോ ഇനി ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ചത്തടിഞ്ഞ് കിടക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. ഇത് അന്ന് നമ്മൾ കാണിച്ചിരുന്ന വീട്. ആ വീട് ഏകദേശം പോവാറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കാണിക്കാനൊന്നും പറ്റില്ല. അത്രയും നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഇടിച്ചിടിച്ച് കൊണ്ടുപോകാം. കടൽ എത്രത്തോളം കയറി നോക്കിയാൽ ആ വീടിൻ്റെ ഈ പകുതി വരെയും ഇപ്പോൾ മണൽ മൂടിയിട്ടുണ്ടായിരുന്നത് എടുത്തെടുത്ത് കൊണ്ടുപോയി. അന്ന് നമ്മൾ വന്നപ്പോൾ ആ വീടിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഹൈറ്റ് വളരെ കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് അതിന് നമുക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റിയിരുന്നു. അവിടെ അത്രയും ഹൈറ്റ് കുറവായിരുന്നു. ഇപ്പോൾ ആ മണലൊക്കെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ആ ഹൈറ്റ് ഇപ്പോൾ വീട് വീണ്ടും ഹൈറ്റിലേക്കായി. വീടിൻ്റെ ആ ഒരു ഹൈറ്റ് തിരിച്ചു വന്നു തുടങ്ങി. എന്നാൽ വീടിൻ്റെ ഉള്ളിലൊക്കെ മണൽ കയറിയത് അതുപോലെ തന്നെ ഉണ്ട്. വീടിൻ്റെ ഉള്ളിൽ നിറച്ച് മണലാണ്. ഇവിടെ ഒക്കെ കുഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്നെല്ലാം കുഴിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഇവിടെയൊക്കെ കുഴിച്ച് കയറി. എത്രത്തോളം ദൂരം കുഴിച്ച് കയറി നോക്കിയാൽ. ആ വീടും ഏതാണ്ട് പോവാറായിട്ടുണ്ട്. ആ വീട്ടിലേക്കും അവിടെയൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓ, കടലിൽ കയറി വരുന്ന വരവ് കണ്ട. എൻ്റെ അമ്മേ, അവിടെയൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട് ആ സ്മെല്ല്. കടലിൻ്റെ മണം തന്നെയാണ്. കടലിൽ നിന്ന് വരുന്ന സ്മെല്ലാണ് കേട്ടോ. എനിക്ക് സഹിക്കാൻ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ തീരെ പറ്റുന്നില്ല. പിന്നെ വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നു ആ സ്മെല്ലടിക്കുമ്പോൾ. അത്രയും സ്മെല്ല് വരുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ കയറിയിട്ടാ. എത്ര കയറിയെന്ന് നോക്കി ഇവിടെയൊക്കെ കടല്. ഇവിടെ നിന്നൊക്കെ കുഴിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ വീടിൻ്റെ മുറ്റം വരെ എത്തിയെന്ന് തോന്നിട്ടോ. മുറ്റം വരെയല്ല, ആ വീടും ഓവറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കി ഇവിടെ നിന്നൊക്കെ കുഴിച്ച് പോകണം. കണ്ട ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്നാണ്ടാ. ഈ വീഡിയോയിലും കുറേ പേര് വന്ന് കമൻ്റ് ഇടും, കടലിൻ്റെ അടുത്ത് വീട് വെച്ചിട്ടല്ലേ, കടലിൻ്റെ അടുത്ത് വീട് വെക്കാൻ പാടില്ല. ഭയങ്കര ഉപദേശികളാണ്. ഭയങ്കര ഉപദേശമായിട്ട് വരും. കടലിനെ 1 കിലോമീറ്ററെങ്കിലും വിട്ടിട്ടേ വീട് വയ്ക്കാൻ പാടുള്ളൂ, 500 മീറ്ററെങ്കിലും വിട്ടിട്ടേ വീട് വയ്ക്കാൻ പാടുള്ളൂ, കടലിൽ കൊണ്ട് വീട് വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്.
അവരോട് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാണ്. താഴത്തെ തെങ്ങുകൾ, ആ തെങ്ങുകളുടെയൊക്കെ ഹൈറ്റും പ്രായവും. ആ ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായം ഏകദേശം നമുക്ക് ഊഹിക്കാം. മിനിമം ഒരു 30-40 വർഷമെങ്കിലും ആ തെങ്ങുകൾക്ക് പ്രായം ഉണ്ടാവും. എന്നാലേ ഇത്രയും ഹൈറ്റ് വരുള്ള തെങ്ങുകൾക്ക്. അപ്പോൾ ഈ തെങ്ങൊക്കെ കടലിൽ കൊണ്ട് നട്ടതല്ലല്ലോ ആരും. അപ്പോൾ ആ തെങ്ങ് ഒക്കെ വെച്ച പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു 10-40 വർഷം അല്ലെങ്കിൽ 50 വർഷം മുമ്പൊക്കെ ഇവിടെ കരയായിരുന്നു അല്ലെങ്കിൽ കടലല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ആ തെങ്ങുകൾ. കണ്ടോ ആ വീട് നോക്കിയേ. അപ്പോൾ മറ്റേ വീടിനേക്കാളും ആദ്യം ഈ വീടാ പോകാൻ തോന്നുന്നുണ്ടല്ലോ കണ്ടിട്ട്. അങ്ങനത്തെ സ്ഥിതിയിലായി. നോക്കിയേ കണ്ട. ഇവിടെ നിൽക്കണത് തന്നെ അപകടാ. ഈ വീട് ഇത്രത്തോളം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ കണ്ട എൻ്റെ അമ്മോ. അന്ന് വന്നപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുകളിലേക്കൊക്കെ കോണി വഴി കയറിയിട്ട് അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചതാ. ഇപ്പോൾ നോക്കിയേ ആ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടോ. ആ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തി കടല്. ഈ മണലും കൂടിയും പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇനി ഏത് നിമിഷവും ആ വീട് നിലംപൊത്തും. നിലംപൊത്താന്ന് പറഞ്ഞാൽ ഇനി അടിയിൽ നിന്ന് കുഴിക്കും. അതായത് കുഴിപ്പം തിരമല ഇനി അടിയിൽ നിന്ന് ആ വീടിൻ്റെ അടിത്തറ മാന്തി തുടങ്ങും. അത് കഴിഞ്ഞാൽ ഈ വീടും നിലംപൊത്തും. നമ്മുടെ ഈ നാട്ടിൽ കടലിൻ്റെ അടുത്തുള്ള അവസാന വീടുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി ഈ വീടുകൾ കൂടി കഴിഞ്ഞാൽ, ഈ 2 വീടും കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് വീടുകളുണ്ട്. ആ വീടുകളോടും കഴിഞ്ഞാൽ ഈ ഒരു വഴിയിൽ പിന്നെ വീടുകളില്ല ഇവിടെ ഈ നാട്ടിൽ. പിന്നെ വീടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആ പുഴയുടെ അപ്പുറത്ത്, അതിലാണ് എൻ്റെ വീടൊക്കെ വരുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം 100-150 മീറ്ററായി ചുരുങ്ങി കടലും എൻ്റെ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. വീട് വയ്ക്കുന്ന സമയത്ത് അതായത് ഒരു 10-15 വർഷം മുമ്പൊക്കെ 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നതാണ്. കേരള കണ്ട എന്ത് പവർഫുള്ളായിട്ട് അതിൽ മണ്ണിടിഞ്ഞും പോകുന്നുണ്ട് കണ്ട. ഓരോ തെരയിലും മണ്ണിടിച്ചിടിച്ച് കൊണ്ടുപോവാ. അപ്പോൾ എൻ്റെ വീടൊക്കെ വെക്കുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ വീട് വെച്ചേ. അപ്പോൾ ബാങ്കിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്കറിയാലോ. മിനിമം 500 മീറ്റർ കടലിൽ നിന്നോ ഒക്കെ ഡിസ്റ്റൻസ് വേണമെന്നാണ് അവരുടെ നിയമം. അപ്പോൾ അത് വില്ലേജ് ഓഫീസർ വന്ന് സർട്ടിഫൈ ചെയ്യും. എന്നാലേ അവർ ലോൺ തരുള്ളൂ. എന്നാലേ വീടിന് പെർമിഷനും കിട്ടുള്ളൂ പഞ്ചായത്തിൽ നിന്ന്. അങ്ങനെ അന്ന് 500 മീറ്റർ ഉണ്ടെന്ന് വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീടൊക്കെ പണിയുന്നത്. അപ്പോൾ ആ ഒരു വീടും കടലും തമ്മിൽ ഇപ്പോൾ 150 മീറ്റർ 200 ഉണ്ടായിരുന്നു. ഇപ്പോൾ 150 ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. 100-150 അത്രേ ഉണ്ടാവുള്ളൂ. അത്രയായി ചുരുങ്ങി. അതായത് കടൽ ഓരോ വർഷവും കയറി വരികയാണ്. അല്ലാതെ നമ്മളാരും വാട്ടർ ഫ്രണ്ടേജ് നോക്കി അല്ലെങ്കിൽ ബീച്ചിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടൊക്കെ കടലിൻ്റെ അടുത്ത് കൊണ്ട് അല്ലെങ്കിൽ കടലിൽ കൊണ്ട് വീട് പണിയുന്നതൊന്നുമല്ല. എല്ലാവരും വീട് വയ്ക്കുമ്പോൾ അവരുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വീട് വയ്ക്കുന്നത്. അവർക്കുള്ള സ്ഥലത്തല്ലേ വീട് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങളുടെയൊക്കെ വീട് ഞങ്ങൾ ജനിച്ചു വളർന്നതും എൻ്റെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ജനിച്ചു വളർന്നത് ഈ കടപ്പുറത്താണ്, ഈ ഒരു തീരദേശത്താണ്. അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്നൊക്കെ അത്രയും വർഷം അവരാരും അനുഭവിക്കാത്ത അത്രയും പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയാണ് ഭൂമിയുള്ളത്, ഞങ്ങൾക്ക് ഇവിടെയാണ് സ്ഥലമുള്ളത്, ഞങ്ങൾക്ക് ഇവിടെയല്ലേ വീട് പണിയാൻ പറ്റൂ. ഞങ്ങൾ ജനിച്ചു വളർന്ന നാട് ഇവിടെയാണ്. ഞങ്ങൾക്ക് ഇവിടെയല്ലേ വീട് പണിയാൻ പറ്റുമോ? അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഞങ്ങൾക്ക് വീട് പണിയാൻ പറ്റുമോ? ആരാണ് അതിന് സഹായിക്കുക? അപ്പോൾ അതൊക്കെ തന്നെയാണ് തീരദേശത്തുള്ളവരുടെ പ്രശ്നം. അല്ലാതെ ആരും മനഃപൂർവ്വം കടലിൽ നശിച്ചു പോകും അല്ലെങ്കിൽ പോകണമെന്ന് കരുതിയിട്ട് കൊണ്ട് വീട് വെക്കുന്നതൊന്നല്ല. ചിലർ കമൻ്റൊക്കെ ഇടുമ്പോൾ ശരിക്കും സങ്കടം വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം നമ്മളാരും നിങ്ങളെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടൊന്നുമല്ല കടപ്പുറത്ത് വന്ന് വീട് വെക്കുന്നത്. എന്നിട്ട് ആ കടലാക്രമണത്തിൻ്റെ കഥ പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും സഹതാപമൊന്നും പിടിച്ചു പറ്റാൻ വേണ്ടിയില്ല. ആ സഹതാപം കിട്ടിയിട്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് ആ സഹതാപം കൊണ്ട് ഞങ്ങൾക്ക് പുഴുങ്ങി തിന്നാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാണ്ട് ഞങ്ങളാരും വീട് പണിയുന്ന സമയത്ത് വിചാരിക്കുന്നില്ല കടൽ ഇത്രത്തോളം കയറി വരും, ഇത്രത്തോളം കയറി വന്ന് ഞങ്ങളുടെ വീടിനെ കവർന്നെടുക്കും എന്നൊന്നും ഞങ്ങളാരും വിചാരിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. തീരദേശത്തിൻ്റെ അവസ്ഥ അത്രയും പരിതാപകരമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതും നിങ്ങളുടെ ആരുടെയും സഹതാപത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ അവസ്ഥ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഇടപെടുന്നവരെ ഇടപെടാൻ വേണ്ടിയിട്ടാണ്. കടലിന് മുന്നിൽ ആരിടപെടും? ആർക്ക്? ജസ്റ്റ് മിസ്സാ, രക്ഷപ്പെട്ടതാ.
ശരിക്കും ആ തിരയിൽ പോയാനട്ടാ. അത്രയും വലിയ തിര അപ്രതീക്ഷിതമായിട്ട് വന്നതാ. അപ്പോൾ കടൽ ഇതിനേക്കാളും വലിയ കടലാക്രമണമുള്ള സ്ഥലത്ത്, തിരമാലകളുള്ള സ്ഥലത്തൊക്കെ നാടിനെ സംരക്ഷിക്കുന്ന നാടുകളുണ്ട്. നമ്മുടെ നാടല്ല, മറ്റു രാജ്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഒക്കെ ഇല്ലേ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കടലാക്രമണത്തിനെ മറ്റു രാജ്യങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളത്. എക്സാമ്പിൾ അടക്കം വീഡിയോകളും പിക്ചേഴ്സും അതിൻ്റെ ടെക്സ്റ്റുകളും ഒക്കെ ലഭ്യമാണ് ഇൻ്റർനെറ്റിൽ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഞ്ചങ്ങാടിയിൽ നമ്മൾ കണ്ട പോലെ കടലാക്രമണം വരുന്ന സമയത്ത് ഒരു 10 ലോഡ് കല്ല് കൊണ്ട് തട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കടലാക്രമണത്തിനെ ചേർത്ത് നിർത്താനും അതുപോലെ തന്നെ തീരദേശത്തിനെ സംരക്ഷിക്കാനും പറ്റും. തീരദേശത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ സംരക്ഷിക്കലാണ്, ഇന്ത്യയെ സംരക്ഷിക്കലാണ്. കാരണം കേരളത്തിൻ്റെ ഭൂവിസ്തൃതി കുറഞ്ഞു വരികയാണ്. തീരദേശങ്ങളിൽ ഇങ്ങനെ ക്ഷയിച്ച് പോകുമ്പോൾ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും കേരള സംസ്ഥാനത്തിൻ്റെ വിസ്തൃതി ഇത്ര സ്ക്വയർ കിലോമീറ്ററാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതി ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിപ്പോൾ ഉണ്ടാവുമോ? ഒരു 10 വർഷം മുമ്പ് നമ്മൾ പഠിച്ച ഭൂവിസ്തൃതി കേരളത്തിന് ഉണ്ടാവുമോ ഇപ്പോൾ? കാരണം ഇവിടെ തന്നെ ഞാൻ പറയുന്നു, ഇവിടെ തന്നെ 100, 150, 200 മീറ്ററോളം കടൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഭൂമി, എത്ര സ്ക്വയർ കിലോമീറ്റർ ഭൂമി അളവിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര ഏക്കർ ഭൂമി കടലിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കണം. അല്ലാണ്ട് ഈ ഒരു പ്രശ്നം ഞങ്ങളുടെ മാത്രം, അതായത് തീരദേശത്ത് ജീവിക്കുന്ന ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൻ്റെ മൊത്തത്തിലായിട്ടുള്ള പ്രശ്നമായിട്ട് അത് കണക്കിലെടുക്കണം. അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രശ്നമായിട്ട് കണക്കിലെടുക്കണം. നമ്മളെ ഭരിക്കുന്നവർ MLA-മാരാവട്ടെ, മന്ത്രിമാരാവട്ടെ, MP-മാരാവട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, എല്ലാവരും ചേർന്ന് പരിഗണിക്കേണ്ട ഒരു വിഷയമാണത്. ചിലപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് മാത്രം സാധിക്കില്ല. കാരണം വലിയ ചിലവ് വരുന്നൊരു കാര്യമാണ് തീരസംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെടണം, കേന്ദ്ര ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെടണം. ഇപ്പോൾ നമ്മുടെ ഇത് തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയാണ്. കുറേ പേര് ചോദിച്ചു ആരാണ് ഇവിടുത്തെ MP എന്നൊക്കെ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയാണ്. ഇപ്പോൾ ഇവിടുത്തെ MP ശ്രീ സുരേഷ് ഗോപിയാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. എല്ലാവരും ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ ഇത് ഇല്ലാതായി പോകും. ഈ തീരദേശം തന്നെ ഇല്ലാതായി പോകും. ഇപ്പോൾ ഇതാണ് തീരദേശം. ഇനി കയറി വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇനി തീരദേശം ആവാൻ പോകുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ വരുന്ന NH-66 പണി നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലവും ഈ കടലും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കയറി വരാൻ വലിയ സമയമൊന്നും വേണ്ട കടലിന്. ഈ 200 മീറ്റർ ഇപ്പോൾ എടുത്തെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഈ 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ കയറി വരാൻ അധിക കാലതാമസമൊന്നും എടുക്കില്ല. അപ്പോൾ അന്ന് ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അന്ന് ചെയ്യേണ്ട കാര്യം ഇന്നേ ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറേ സംരക്ഷിക്കാം. അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്തയാണെങ്കിൽ എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ മാത്രമല്ല അനുഭവിക്കുക, അത് ഓർക്കുക. നിങ്ങൾ കമൻ്റ് ഇടുന്നവരും കൂടി ഓർക്കുക. കമൻ്റ് ഇടുന്നവർ എപ്പോഴും ഞങ്ങളെ പരിഹസിച്ചും തീരദേശത്ത് ജീവിക്കുന്നവരെ പരിഹസിച്ചും ഇവരൊക്കെ എത്ര കണ്ടാലും പഠിക്കില്ല, കടലിലെ വീട് വയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കാണാം. അപ്പോൾ നിങ്ങൾ പരിഹസിച്ച് നടന്നോ? ഇന്ന് ഞങ്ങളാണ് തീരദേശമെങ്കിൽ ഈ കടലിൽ കയറി നിങ്ങളുടെ അടുത്തേക്കും വരും. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി, എന്തായാലും ബൈ.